This is Pastor Conrad DeFries with our Bible study today. ഇന്നത്തെ വേദപഠനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്ന എൻ്റെ പേര് പാസ്റ്റർ കോൺറാഡ് ഡിഫ്രീസ്. The title is Jesus is the Living Word. ഇന്നത്തെ പഠന വിഷയം എന്ന് പറയുന്നത് യേശു ജീവിക്കുന്ന വചനമാകുന്നു. The Bible is the written word, and it tells us about Jesus, the living word. ജീവിക്കുന്ന യേശുവിനെ കുറിച്ച്, ജീവന്റെ വചനമായിരിക്കുന്ന യേശുവിനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ എന്ന് പറയപ്പെടുന്നത്. It has all of the answers that we need for everything in life. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതിനെ പൂർണ്ണമായിട്ടും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് It tells us വേദപുസ്തകം. about the fall and the sin of Adam and Eve. ആദാമിന്റെയും ഹവ്വയുടെയും പാപവും അതുപോലെ ലൂസിഫറിന്റെ വീഴ്ചയെക്കുറിച്ചും അവിടെ കാണുവാൻ It സാധിക്കുന്നു. tells us how the human race began and started. എപ്രകാരം മനുഷ്യരായിരിക്കുന്ന ജീവൻ ആരംഭിക്കുവാൻ തക്കോണം ഇടയായി എന്നതിനെ കുറിച്ചും കാണുവാൻ തക്കോണം സാധിക്കുന്നു. It gives us God's plan of redemption and forgiving us of sin. പാപത്തിൽ നിന്നുള്ള മോചനവും വിടുതലും യേശുവിൽ കൂടെ ലഭിക്കുവാൻ തക്കോണം സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് വെളിപ്പടയായി അവിടെ കാണുവാൻ തക്കോണം ഇടയാകുന്നു. It tells us about heaven and hell and what will happen in the future. അവിടെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയാനിടയാകുന്നു. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചും എഴുതപ്പെട്ടിരിക്കുന്നു. It tells us how to live with our families and to raise our children. എപ്രകാരം കുടുംബവുമായി ജീവിക്കണമെന്നും കുഞ്ഞുങ്ങൾ എപ്രകാരം വളർത്തണമെന്നുള്ളതിനെ കുറിച്ചും അവിടെ എഴുതിയിരിക്കുന്നു. It tells us how employees and employers are to treat each other on the job. എപ്രകാരം ജോലി ചെയ്യുന്ന വ്യക്തികൾ പരസ്പരം എപ്രകാരമാണ് അവർ ഓരോ വ്യക്തികൾ തമ്മിൽ സഹകരിക്കേണ്ടത് എന്നുള്ളതും അവിടെ പറയപ്പെടുന്നു. If we make mistakes, it tells us how to receive forgiveness. നമ്മൾ തെറ്റു ചെയ്യുക സംഭവിച്ചു പോവുകയാണെങ്കിൽ എപ്രകാരം നമുക്ക് അതിൽ നിന്നും ഒരു ക്ഷമ നേടുവാൻ തക്കോണം ഇടയാകുമെന്നുള്ളതിനെ കുറിച്ചും പറയപ്പെടുന്നു. The Bible, the Word of God, has every answer and everything we need in this life. ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ഈ ബൈബിൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും ഉത്തരം തരുന്ന ഒരു പുസ്തകമാകുന്നു. It will never change and it will never have any more added to it. അത് ഒരു നാളും മാറിപ്പോകുന്നതുമല്ല, അതിൽ നിന്നൊന്നും ചേർക്കപ്പെടുവാൻ തക്കോണം ഇടയാകുന്നുമില്ല. I want to encourage you that you can depend upon the Bible, the Word of God. ദൈവത്തിന്റെ വചനമായിരിക്കുന്ന വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാൻ തക്കോണം സാധിക്കും എന്ന് ഞാൻ നിങ്ങളെ ഉത്സാഹപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. It is how we learn about the Holy Spirit and about God the Father and Jesus. അവിടെ നമ്മൾ പിതാവായ ദൈവത്തിനെയും പുത്രനായ ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. The Bible is a revelation of Jesus, the living Word. യേശു എന്ന ജീവിക്കുന്ന വചനത്തിൻ്റെതായിരിക്കുന്ന വലിയൊരു വെളിപ്പെടുത്തലാണ് വേദപുസ്തകം എന്ന് പറയപ്പെടുന്നത്. From the book of Genesis to the book of Revelation, all 66 books, every one of them tells us about Jesus. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഈ 66 പുസ്തകങ്ങളും യേശുവിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. You can depend upon the Word of God. It will never change. It will always be the same. നിങ്ങൾക്ക് ഈ വചനങ്ങൾ നിങ്ങൾക്ക് ആശ്രയിക്കുവാൻ തക്കോണം ഇടയാകും. കാരണം അത് ഒരു നാളെ മാറിപ്പോകുന്നതല്ല, അത് എന്നേക്കും നിലനിൽക്കുന്നതാകുന്നു. In the book of Numbers, chapter 23 and verse 19. സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, God is not a man, he cannot lie. ദൈവം ഒരു മനുഷ്യനല്ല, ദൈവത്തിന് കള്ളം പറയുവാൻ തക്കോണം സാധിക്കുകയില്ല. Hath he spoken, and shall he not make it good? താൻ കൽപ്പിച്ചതുപോലെ താൻ ചെയ്യാതിരിക്കുമോ? You can depend on God to do exactly what he says he will do. നിങ്ങൾക്ക് ദൈവം എന്താണോ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് അത് അപ്രകാരം തന്നെ ചെയ്തെടുക്കുവാൻ തക്കോണം നിങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കോണം ഇടയാകും. In the book of Joshua, chapter 1 and verse 8. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ,
Joshua was the leader to lead the children of Israel into the promised land. ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്ത ദേശത്തിലേക്ക് ആ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യോശുവ. God gave him the secret, the direction to be successful. ദൈവം യോശുവയ്ക്ക് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുവാൻ തക്കവണ്ണമുള്ള He പ്രാപ്തി said, അല്ലെങ്കിൽ ബലം നൽകിയിരുന്നു. this book of the law shall not depart out of thy mouth. ഈ വചനം നിന്റെ നാവിൽ നിന്നും ഒരു നാളും മാറിപ്പോകരുത് എന്ന് ദൈവം കൽപ്പന കൊടുക്കുവാൻ തക്കവണ്ണമിടയായി. But if you meditate on it and speak about it, it will guide your life and make you successful. എന്നാൽ നീ ഇത് ധ്യാനിക്കുകയും നീ രാവും പകലും ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്റെ എല്ലാ പ്രവൃത്തിയും സാധിക്കും എന്ന് 8-ാമത്തെ വാക്യത്തിൽ വായിക്കാൻ സാധിക്കും. The word meditate means to mutter in a low tone of voice. അവിടെ ധ്യാനിക്കണം എന്ന് പറയുന്നത് നമ്മൾ വളരെ ശാന്തമായി ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ പ്രാപിച്ചെടുക്കുവാൻ തക്കോണം നമ്മൾ ഇരിക്കണം എന്നുള്ളതാകുന്നു. As you continue to speak the word of God out of your mouth, it goes into your heart and into your spirit. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ നാവിൽ കൂടി നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കോണം ഇടയാകും. അവിടെ അത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തക്കോണം ഇടയാകും. The more you speak the Bible and the word of God, the stronger your faith will be. നിങ്ങൾ എത്രത്തോളം ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങൾ ഉരുവിടുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം ബലം പ്രാപിക്കുവാൻ തക്കോണം ഇടയാകും. In the book of Psalms, chapter 1 and verse 3, സങ്കീർത്തനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ it says, if you meditate in the word of God, you will be like a tree right by the rivers of water. അവിടെ ഇപ്രകാരം വായിക്കുന്നു, അവൻ നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു, നില വാണ്ടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുമെന്ന്. Your leaf shall not wither, and whatever you do, he says, you will prosper and be blessed. അവിടെ വായിക്കുന്നു, ഇല വാടിപ്പോകത്തുമില്ല, നീ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന്. I encourage you to get in the Word of God, memorize scriptures, meditate the Word of God. ഞാൻ നിങ്ങളെ ഉത്സാഹപ്പെടുത്തുന്നു, ദൈവത്തിന്റെ വചനം ധ്യാനിക്കുകയും ദൈവത്തിന്റെ വചനം പഠിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഉരുവിടുകയും ചെയ്യുക എന്ന് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. The more you read it and the more you meditate and speak it, the more the Holy Spirit will cause it to be real to you. എത്രത്തോളം നിങ്ങൾ ധ്യാനിക്കുകയും എത്രത്തോളം നിങ്ങൾ സംസാരിക്കുകയും എത്രത്തോളം നിങ്ങൾ അതിനെ ആശ്രയിക്കുകയും ചെയ്യുമോ അത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകും. In the book of Psalms, chapter 89 and verse 34, സങ്കീർത്തനം 89-ന്റെ 34 വായിക്കുമ്പോൾ my covenant will I not break. അവിടെ ഇപ്രകാരം വായിക്കും, ഞാൻ അത് നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല എന്ന്. And God says he will not change what he has spoken out of his mouth. അവിടെ ഇപ്രകാരം വായിക്കും, താൻ പറഞ്ഞതായിരിക്കുന്ന വിഷയത്തിന്മേൽ താൻ വീണ്ടും അതിനൊരു മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്തുവാൻ സമ്മതിക്കുകയില്ല എന്ന്. You can depend upon the word of God. നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തിൽ എന്നേക്കും ആശ്രയിക്കുവാൻ തക്കവണ്ണം സാധിക്കും. In the book of Psalms, chapter 91 and verse 2, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 91-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ I will say of the Lord, he is my refuge and my fortress. അവിടെ വായിക്കുന്നു, അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നുവെന്ന്. In him, in his word, will I put my trust. അവനിൽ അത്രേ എന്റെ ആശ്രയം ഞാൻ വെച്ചിരിക്കുന്നു എന്നവിടെ കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നു. In Psalms 107 and verse 20, സങ്കീർത്തനം 107-20 വായിക്കുമ്പോൾ he sent his word and healed them and delivered them from their destructions. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ തന്റെ വചനത്തെ അയച്ചു അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്നും അവരെ വിടുവിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. The word of God will not work for you until you put it in your mouth and speak it out of your heart.
ദൈവത്തിന്റെ വചനം നിങ്ങളുടെ നാവിൽ നിങ്ങൾ സംസാരിക്കുകയും നിങ്ങളത് സംസാരിക്കാതിരിക്കുന്നിടത്തോളം അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തിയിലേക്ക് വരുവാൻ തക്കോണം ഇടയാകുകയില്ല. When things look impossible and you do not know which way to go, you can depend upon the Word of God. ജീവിതത്തിൽ സകല കാര്യങ്ങളും അസാധ്യമെന്ന് കാണപ്പെടുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്നും ദൈവത്തിന്റെ വചനത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ തക്കോണം ഇടയാകും. In the book of Psalms, chapter 119 and verse 165. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം അതിന്റെ 165 വാക്യം ഇപ്രകാരം വായിക്കുന്നു. Great peace have they that love the word of God. ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നവർക്ക് മഹാസമാധാനം ഉണ്ട് എന്നവിടെ കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. And it says when you love God's word that nothing will cause you to stumble and make mistakes. അവിടെ ഇപ്രകാരം വായിക്കുന്നു, നമ്മൾ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ കൂടുതൽ ആശ്രയിക്കുമ്പോൾ നിങ്ങൾ ഒന്നിനും പതറിപ്പോകുവാനോ ഇടറിപ്പോകുവാനോ സമ്മതിക്കുകയില്ല എന്നാണ്. You will find the word of God will strengthen you and it will guide you in life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും നിങ്ങളെ വഴികാട്ടുവാൻ തക്കവണ്ണം ഇടയാകും. In the book of Proverbs, chapter 4 and verse 20. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, Give attention to my word. Don't let it depart from before your eyes. അവിടെ ഇപ്രകാരം വായിക്കുന്നു, മകനെ എന്റെ വചനങ്ങൾക്ക് നീ ശ്രദ്ധ തരിക, ഒരിക്കലും അത് നിന്റെ ചെവിയിൽ നിന്റെ വായിൽ നിന്ന് മാറിപ്പോകരുത് എന്നാണ്. Keep it in the midst of your heart, for those words have life and health in them. അത് എപ്പോഴും നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, കാരണം ദൈവത്തിന്റെ വചനം അത് ജീവനുള്ളതാകുന്നു. When the Bible is just laying on a table and you're not speaking it, it doesn't have any power. ഒരു വേദപുസ്തകം നിങ്ങളുടെ മേശപ്പുറത്ത് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആ വചനം നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ അതിന് പ്രയോജനമില്ലാതായി പോകുന്നു. But when you begin to think about it and meditate and speak it out of your mouth, it causes the word to come alive. എന്നാൽ നിങ്ങൾ ആ വചനത്തെ നിങ്ങൾ പഠിക്കുകയും നിങ്ങൾ ആ വചനത്തെ ധ്യാനിക്കുകയും നിങ്ങൾ ആ വചനത്തെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കുവാൻ തക്കോണം ഇടയാകും. In the book of Isaiah, chapter 40 and verse 8. യെശയ്യാവ് 40-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, The grass withereth and the flower will fade away. അവിടെ ഇപ്രകാരം കാണുന്നു, പുല്ലുകൾ ഉണങ്ങിപ്പോകുന്നു, പൂ വാടിപ്പോകുന്നു എന്ന്. But the word of God will last forever. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും എന്നവിടെ കാണുവാൻ തക്കോണം സാധിക്കുന്നു. In the book of Isaiah, chapter 55 and verse 10 and 11. യെശയ്യാവ് 55-ാമത്തെ അധ്യായം അതിന്റെ 10-ഉം 11-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, Like the rain and the snow comes down from heaven and it does not go back to heaven. എപ്രകാരം മഴയും അതുപോലെ മഞ്ഞും ആകാശത്ത് നിന്ന് കടന്നു വന്നിട്ട് അത് തിരിച്ചു പോകുന്നില്ലയോ, The word of God is like that. It will do what it says that it will do. ദൈവത്തിന്റെ വചനം അപ്രകാരമാണ്. ആ വചനം എന്ത് കൽപ്പിച്ചിട്ടുണ്ടോ അത് അപ്രകാരം തന്നെ നിവൃത്തീകരിക്കുക തന്നെ ചെയ്യും. That is the way you activate the power that is in the word of God. അത് അപ്രകാരം അത്രേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ പ്രാബല്യത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുവാൻ തക്കോണം ഇടയാകുന്നു. We need to read the word of God and we need to hear the word of God. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുകയും ചെയ്യണം, ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. That is very important to do those things. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്, അത് ചെയ്യണമെന്നുള്ളത്. But we must take another step. We must put the word of God in our mouth and say what it says. നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മുടെ നാവിലേക്ക് കൊണ്ടുവരികയും അത് പറയുന്ന പ്രകാരം നമ്മൾ ചെയ്യുവാൻ തക്കോണം ഇടയാകണം.
Abraham heard what God was saying for 24 years, but nothing happened. അബ്രഹാം ദൈവം 24 വർഷക്കാലം തന്നോട് പറഞ്ഞ കാര്യങ്ങൾ താൻ കേട്ടുകൊണ്ടേയിരുന്നു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. But when he began to say out of his mouth what God said, then in a few months Sarah had a miracle child. എന്നാൽ ദൈവത്തിന്റെ വചനം താൻ എപ്രകാരം തന്റെ നാവിൽ കൂടെ താൻ സംസാരിക്കുവാൻ തക്കോണം ഇടയായോ, അപ്പോൾ തനിക്ക് ഒരു വലിയൊരു വിടുതൽ തന്നെ ദൈവം കൽപ്പിച്ചതുപോലെ സാറയിൽ കൂടെ ഒരു പുത്രനെ ദൈവം You നൽകുവാൻ don't തക്കോണം want to ഇടയായി. just talk about the problems, but you want to talk about the answers. നിങ്ങൾ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമല്ല സംസാരിച്ചു കൊണ്ടിരിക്കേണ്ടത്, നിങ്ങൾ അതിനു വേണ്ട ഉത്തരത്തെക്കുറിച്ച് നിങ്ങൾ The കണ്ടുപിടിക്കുക അല്ലെങ്കിൽ Bible says, പറയേണ്ടത് let the ആവശ്യമാണ്. weak say, I am strong. വേദോസ്തം പറയുന്നു, ബലഹീനൻ ഞാൻ ബലവാൻ എന്ന് പറയട്ടെ എന്ന്. But you say, but I still feel weak. പക്ഷെ എങ്കിലും നിങ്ങൾ പറയുന്നു, ഞാൻ ഇപ്പോഴും ബലഹീനനായിരിക്കുന്നു എന്ന്. But the Bible says, God is your strength. എന്നാൽ വേദപുസ്തകം ഇപ്രകാരം പഠിപ്പിക്കുന്നു, ദൈവം നിങ്ങളുടെ ധൈര്യം അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷയാകുന്നു എന്ന്. Begin to say, I am strong in the Lord with his strength. ആ ധൈര്യത്തോടെ നിങ്ങൾ പറയുക, ദൈവത്താൽ ഞാൻ ശക്തിയുള്ളവനാണ്, ഞാൻ ദൈവത്തിന്റെ ശക്തി എനിക്കുണ്ട് എന്ന്. I can do all things through Christ who strengthens me. എന്നെ ബലപ്പെടുത്തുവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് നിങ്ങൾ പറയുവാൻ തക്കണം ഇടയാകട്ടെ. The Lord meets all of my needs. എന്റെ ദൈവം എന്റെ സകല കാര്യങ്ങളും എനിക്ക് നിവർത്തിച്ചു തരും എന്ന് നിങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ. As you begin to say what God says, then the angels and the Holy Spirit will work to bring it to pass. നിങ്ങൾ ദൈവം പറയുന്ന വിഷയത്തെ നിങ്ങൾ അത് ഏറ്റു പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൂതന്മാരും ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തക്കോണിടയാകും. You just continue to say it and believe it with your heart, and God will bring it to pass. നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ പറയുകയും അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അത് നിവർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം ഇടയാകും. In the book of Isaiah, chapter 66, in verse 2, യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ God says he will look at the person that reverences and honors his word. ദൈവത്തിന്റെ വചനത്തെ മാനിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവം ദൃഷ്ടി വയ്ക്കും, അല്ലെങ്കിൽ ദൈവം നോക്കുവാൻ തക്കോണം ഇടയാകുന്നു എന്നവിടെ വായിക്കുവാൻ സാധിക്കുന്നു. When you pay strict attention and you love the word of God and think about it and talk about it, it gets God's attention. നിങ്ങൾ ദൈവത്തിന്റെ വചനം ചിന്തിക്കുകയും പറയുകയും ധൈര്യമായിട്ട് നിങ്ങൾ അത് പ്രസ്താവിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ശ്രദ്ധ നിങ്ങളുടെ മേൽ വരുവാൻ തക്കവണ്ണം ഇടയാകും. In the book of Jeremiah, chapter 1, and verse 12, യെരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ God says, I will watch over my word to perform it and bring it to pass. അവിടെ പ്രകാരം വായിക്കുന്നു, എന്റെ വചനം നിവൃത്തീകരിപ്പാൻ നിവൃത്തിയിലേക്ക് വരുവാൻ തക്കോണം ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന്. You just continue to speak the word of God and thank him for his promises. ദൈവത്തിന്റെ വചനം നിങ്ങൾ സംസാരിക്കുകയും ദൈവത്തോട് നിങ്ങൾ നന്ദി പറയുകയും ചെയ്യേണ്ട മാത്രം നിങ്ങൾ ചെയ്താൽ മതി. In the book of Jeremiah, chapter 23 and verse 29, യെരമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ he says, my word is like a fire. It is like a hammer that breaks the rock in pieces. അവിടെ പ്രകാരം വായിക്കുന്നു, ദൈവത്തിന്റെ വചനം തീ പോലെ ആകുന്നു എന്നും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും ആകുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. If you want to break a rock in pieces with a hammer, you just keep hitting it and hitting it and hitting it. ഒരു പാറയെ നിങ്ങൾ പൊട്ടിക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്ന നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ അടിക്കേണ്ടത് ആവശ്യമാണ്. That's the same way it is with the word of God. അതേ പ്രക്രിയ തന്നെയാണ് നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതും. നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ദൈവത്തിന്റെ വചനം ഒരു വാക്യം പല സമയങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തതായിരിക്കുന്ന ഒരു അവസ്ഥ കടന്നു വരുമ്പോൾ
Continue to say God's word. He meets all my needs. He meets all my needs. He meets all my needs. നിങ്ങൾ ദൈവത്തിന്റെ വചനങ്ങൾ ഇപ്പോൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ദൈവം എന്റെ സകല കാര്യങ്ങൾ നിവർത്തിച്ചു തരും. ദൈവം എന്റെ സകല കാര്യങ്ങൾ നിവർത്തിച്ചു തരുമെന്ന്. You cannot just hear the word and read it and ask God to do it. We must do something. നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുക മാത്രം ചെയ്തിട്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾ വെറുതെ ആഗ്രഹിച്ചിട്ടോ മോഹിച്ചിട്ടോ കാര്യമില്ല. നമ്മളും ചെയ്യേണ്ട ആവശ്യമാണ്. Abraham loved God and he believed what God was saying, but he was not speaking the word of God. അബ്രഹാം ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ കേൾക്കുക മാത്രമല്ല, താൻ അത് തന്റെ നാവിൽ കൂടെ താൻ അത് പറയുവാൻ തക്കോണം താൻ ഇടയായില്ല. But when he began to say, I'm the father of a multitude, even when he didn't see it, God made it happen. എന്നാൽ അബ്രഹാം തനിക്ക് ലഭിച്ച വാഗ്ദത്തം താൻ കാണാതിരുന്നിട്ട് പോലും താൻ വിശ്വാസത്തോടെ താൻ ഉരുവിടുവാൻ തക്കോണം ഇടയായപ്പോൾ ദൈവം അത് തനിക്ക് നിവൃത്തീകരിപ്പാൻ തക്കോണം ഇടയായി. Praise God for the word of God. It will teach us and it will guide us what to do. ദൈവത്തിന്റെ വചനം നമ്മളെ നയിക്കുകയും ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകുവാൻ തക്കോണം ദൈവത്തിന്റെ വചനം നമ്മളെ സഹായിക്കുന്നു. The more you get into the word of God and reverence it, the more the Holy Spirit will cause it to be real to you. നിങ്ങൾ എത്രത്തോളം ദൈവത്തിന്റെ വചനത്തിൽ കൂടുതൽ ആഴമേറിയ രീതിയിൽ നിങ്ങൾ അതിനെ ധ്യാനിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് അതിൽ കൂടെ നിങ്ങൾ ക്രിയ ചെയ്യുവാൻ തക്കോണം ഇടയാകും. Sometimes when you begin to say, I am strong in the Lord, he meets my need, it doesn't feel like it's real. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഞാൻ ദൈവത്തിൽ ശക്തനാണ്, എന്റെ ആവശ്യങ്ങൾ ദൈവം നടത്തി തരുമെന്ന്. എന്നാൽ ചിലപ്പോൾ അത് യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് കാണുവാൻ തക്കോണം ചിലപ്പോൾ സാധിച്ചില്ലെന്ന് വരാം. But the more you speak it, the more real it will become to you. എന്നാൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ആ ദൈവത്തിന്റെ വചനം നിങ്ങൾ വിശ്വാസത്തോടെ ഉരുവിടുന്നുവോ അത്രത്തോളം ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലേക്ക് അത് കടന്നു വരുവാൻ തക്കോണം ഇടയാണ്. God does not meet our needs because we are suffering or because of our problems. നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്നതോ കൊണ്ട് അല്ല ദൈവം നമ്മളിലേക്ക് കടന്നു വരുന്നത്. God meets our needs because we believe his word. ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാകുന്നു. Many people in the world are suffering and they're suffering very big, but that is not what makes God work. അനേകർ ഈ ലോകത്ത് കഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ കഷ്ടങ്ങൾ വലുതാണ്, എന്നാൽ അതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല. God has compassion and he loves everyone. ദൈവത്തിന് എല്ലാവരോടും മനസ്താപമുണ്ട്, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. But he cannot move unless we speak his word and believe it in our heart. എന്നാൽ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുകയും അത് നമ്മുടെ നാവിൽ കൂടെ നമ്മൾ പ്രസ്താവിക്കുകയും ചെയ്യുമ്പോഴല്ലാതെ ദൈവത്തിനൊന്നും ചെയ്യുവാൻ തക്കോണം സാധിക്കുകയില്ല. Some people think God can do anything he wants to do. ചിലർ ഇപ്രകാരം വിശ്വസിക്കുന്നു, ദൈവത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യുവാൻ സാധിക്കുമെന്ന്. But God turned the dominion on the earth over to Adam and over to human beings. എന്നാൽ ഈ ഭൂമിയിലെ ആധിപത്യം ദൈവം ആദാവിനും മനുഷ്യരാശിക്കും ദൈവം കൊടുക്കുവാൻ തക്കോണം ഇടയായി. When Adam sinned, he turned that authority on earth over to the devil. എന്നാൽ ആദാം എപ്രകാരം പാപം ചെയ്തുവോ തന്റെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന ആ ആധിപത്യത്തെ പിശാചിലേക്ക് കൈമാറുവാൻ തക്കോണം ഇടയായി. Now Satan is the god of this world. ഇന്ന് ഈ ലോകത്തിന്റെ അധിപതി എന്ന് പറയുന്നത് പിശാചാകുന്നു. God cannot do anything now because he gave that dominion to Adam. ദൈവം ഒന്നും ചെയ്യുവാൻ സാധിക്കാത്തത് ദൈവം ആധിപത്യം ആദാമിനത്രേ ആദ്യം കൊടുത്തിരുന്നത്. But God can get access into the earth through covenant. Today it is the Abrahamic covenant. എന്നാൽ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ മുഖാന്തരം, ഉടമ്പടികൾ മുഖാന്തരം ദൈവത്തിന് നമ്മളോട് ഇടപെടുവാൻ തക്കോണം, ഈ ഭൂമിയിൽ ഇടപെടുവാൻ തക്കോണം ഇടയാകുന്നു.
when someone believes God, then he can work through them with his power on the earth. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിന് മുഖാന്തരം ദൈവത്തിന്റെ ശക്തി അവിടെ ആ വ്യക്തിയിൽ കൂടെ പുറപ്പെടുവാൻ തക്കണം, അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുവാൻ തക്കണം ഇടയാകുന്നു. Many people are praying and begging God to do things because they're having problems. അനേകർ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കരയുകയും യാചിക്കുകയും ചെയ്യുന്നു ഒരു വിടുതലിന് വേണ്ടിയിട്ട്. But God cannot solve those problems until we believe his word. നമ്മൾ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ വിശ്വസിക്കാത്തിടത്തോളം ദൈവത്തിന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നൽകുവാൻ തക്കണം ഇടയാകുകയില്ല. When we speak his word and believe it, then he gives him a legal right for the power of God to work on the earth. നമ്മൾ ദൈവത്തിന്റെ വചനം സംസാരിക്കുകയും ദൈവത്തിന്റെ വചനം നമ്മൾ ധ്യാനിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് ഈ ഭൂമിയിൽ നമ്മുടെ വിഷയങ്ങളിന്മേൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഒരു അധികാരം, ഒരു ശക്തി ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. God does love everyone. He is not a respecter of persons. ദൈവം സകലരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ല. But God works with his word. I encourage you, get in the word and speak the word. എന്നാൽ ഞാൻ നിങ്ങളെ ഇന്ന് ഉത്സാഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങൾ ഉരുവിടുകയും അത് പ്രസ്താവിക്കുകയും ചെയ്തേക്കുന്നിടയാകട്ടെ. The written word tells us about Jesus, who is the living word of God. ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന ഈ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തു ജീവിക്കുന്ന വചനം എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം പഠിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. In the book of Matthew, chapter 4 and verse 4, മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, man shall not live by bread alone, but by every word of God. അവിടെ വായിക്കുന്ന മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നാണ്. But that is wonderful. As we get in the word of God, then the life of God works in our lives. അത് വളരെയധികം അതിശയകരമായ വിഷയമാണ്. കാരണം ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ ആഴത്തിൽ ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ജീവൻ നമ്മളിലേക്ക് പകരപ്പെടുവാൻ തക്കവണ്ണം ഇടയാണ്. Matthew chapter 7 verses 24 through 27. മത്തായി 7-ാം അധ്യായം അതിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, it tells the story, one man built his house on the rock and one man built his house on the sand. അവിടെ പാറമേൽ വീട് പണിത ഒരു വ്യക്തിയെക്കുറിച്ചും മണ്ണിൽ വീട് പണിത വ്യക്തിയെക്കുറിച്ചും കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. Both of these people heard the word of God. ഈ രണ്ട് വ്യക്തികളും ദൈവത്തിന്റെ വചനം കേട്ട വ്യക്തികളാകുന്നു. The man that built his house on the rock, he was also a doer of the word. എന്നാൽ പാറമേൽ വീട് പണിത ഒരു വ്യക്തി അവൻ തന്റെ വചനത്തെ പ്രായോഗികമായിട്ട് പ്രയോജനപ്പെടുത്തിയ ഒരു വ്യക്തിയാകുന്നു. It's important to hear the word of God, but if you want victory, you've got to be a doer of what the Bible says. വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്കുന്നവർ മാത്രമല്ല, അത് നിങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾ താല്പര്യമുള്ള വ്യക്തികളായിരിക്കണം. The number one important commandment is to love one another. ഒന്നാമത്തെ ഏറ്റവും പ്രാധാന്യമേറിയിരിക്കുന്ന ഒരു കൽപ്പന എന്ന് പറയുന്നത് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്നുള്ളതാകുന്നു. God is love. That is why he sent Jesus to forgive us of our sin. ദൈവം സ്നേഹമാകുന്നു. അതുകൊണ്ടത്രേ ഈ ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് തന്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് താൻ അയക്കുവാൻ തക്കവണ്ണം ഇടയായത്. I want you to pray this prayer for me, after me, and say it out loud. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ എന്നോട് ചേർന്ന് നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. I believe Jesus Christ is the Son of God. ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് എന്ന്. I believe he died on the cross for me and rose from the dead. എനിക്ക് വേണ്ടി താൻ ക്രൂശിൽ മരിക്കുകയും താൻ മരണത്തിൽ തന്നെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.
right now I receive Jesus Christ as my Savior. ഇന്ന് ഈ സമയം യേശു ക്രിസ്തുവിനെ എന്റെ സ്വന്തം രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു. If you said that not just from your head thinking, but from your heart, then you are born again. ഇപ്പോൾ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങളുടെ ചിന്തയിൽ കൂടെ അല്ല, നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെയാണ് നിങ്ങൾ ഇത് പറഞ്ഞിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയാകുന്നു. Get into a good church that teaches and preaches the Word of God and grow day by day in Jesus' name. Amen. ദൈവവചനം ശരിയാവണ്ണം പഠിപ്പിക്കുകയും നിങ്ങൾ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സഭയിലേക്ക് നിങ്ങൾ കടന്നു പോവുകയും അവിടെ നിങ്ങൾ ആത്മീയത്തിൽ നിങ്ങൾ ബലം പ്രാപിക്കുകയും ചെയ്യട്ടെ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനേകം നന്മകളും അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. ആമേൻ.